ഫ്രണ്ട്സ്, എല്ലാവർക്കും സമാസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഇഫ്താർ റെസിപ്പിയാണ്. അതിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു അര കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു അര കപ്പ് ചെറുപയർ പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്തതിന് ശേഷം ഇത് നന്നായി തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ അരിയും പരിപ്പും എല്ലാം നന്നായിട്ട് കഴുകി കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് കുക്കാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു അരിയും പരിപ്പും എല്ലാം നന്നായി തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്കൊരു അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട്. അതിനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 2-3 ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കും ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു തേങ്ങയുടെ കൂട്ട് കുക്കായിട്ടുള്ള ഈ ഒരു അരിയിലേക്കും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ആ ഒരു അരിയും പരിപ്പും എല്ലാം ഈ ഒരു തേങ്ങയുടെ കൂട്ടുമായിട്ട് നന്നായി മിക്സായി വരുന്നവരെ നല്ലതുപോലെ തന്നെ ഒന്ന് ഉടച്ച് മിക്സാക്കി കൊടുക്കും. അരിയും പരിപ്പും നല്ലതുപോലെ തന്നെ കുക്കാകണം. അപ്പോഴാണ് ഈ ഒരു റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായി തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്രത്തോളം മധുരം വേണമെന്ന് നോക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് അതും ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഇഫ്താർ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പം തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് താളിച്ച് വെച്ചിട്ടുള്ള കുറച്ച് ചെറിയുള്ളിയും കാഷ്യൂ നട്ട് മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്തിട്ട് നമുക്കിത് വിളമ്പാം. അപ്പോൾ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾ ഇതുവരേക്കും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ആക്കി നോക്കണേ. പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളുമൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.